ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ശാസ്ത്രവീക്ഷണം എന്ന് പറയുന്നത് പലർക്കും തോന്നിയിട്ടുണ്ട് ശാസ്ത്രത്തെ നിരാകരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, ഒളിമ്പസ് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നതും വിശദീകരിക്കുന്നതും അറിയുന്നതും ഒക്കെ. എന്നാൽ ശാസ്ത്രം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്രത്തിനും അതീതമായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക അതെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ശാസ്ത്രം എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: സയൻസ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് റിജക്ട്സ് നോൺ ഫിസിക്കൽ ട്രൂത്ത്സ്. ഭൗതികതയുടെ സ്ഥലകാല ഗുണങ്ങളെ വസ്തുനിഷ്ഠമായി അറിയാൻ ഒരു ഉപകരണം എന്ന നിലയിൽ ശാസ്ത്രം എന്ന സങ്കേതം ഒരു സത്യാന്വേഷിക്ക് സ്വീകാര്യമായിരിക്കും. എന്നാൽ ഏതൊന്നിന്റെയും ഭൗതികേതര ഗുണങ്ങളെ അറിയാനോ അംഗീകരിക്കാനോ സന്നദ്ധമല്ലാത്തതിനാൽ ശാസ്ത്രമതം സത്യാന്വേഷിക്ക് അസ്വീകാര്യമാകുന്നു. ഭൗതികതയുടെ സ്ഥലകാല ഗുണങ്ങളെ വസ്തുനിഷ്ഠമായി അറിയാൻ ഒരു ഉപകരണം എന്ന നിലയിൽ ശാസ്ത്രം എന്ന സങ്കേതം ഒരു സത്യാന്വേഷിക്ക് സ്വീകാര്യമായിരിക്കും. എന്നാൽ ഏതൊന്നിന്റെയും ഭൗതികേതര ഗുണങ്ങളെ അറിയാനോ അംഗീകരിക്കാനോ സന്നദ്ധമല്ലാത്തതിനാൽ ശാസ്ത്രമതം സത്യാന്വേഷിക്ക് അസ്വീകാര്യമാകുന്നു. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ നിലപാട് ഇതാണ്. ഈ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അറിയണമെങ്കിൽ പെട്ടെന്ന് ബോധ്യമാവുക വസ്തുനിഷ്ഠമായിട്ടുള്ള അളവുകളിൽ, മാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒരു അനുഭൂതിയുടെ ഒരു തലത്തിൽ നിന്നിട്ട് നമുക്കത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ കൺവേ ചെയ്യാനൊന്നും പറ്റില്ല. അവനവന് മനസ്സിലാവും, വ്യക്തിനിഷ്ഠമായിട്ട് മനസ്സിലാവും. പക്ഷെ കാര്യങ്ങളെ കൺവേ ചെയ്യാനോ, ഇപ്പൊ നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമ്പോൾ, പരിസ്ഥിതിയുടെ കാര്യങ്ങൾ പ്രയോഗിക്കുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുടുംബപരമായ എക്സിസ്റ്റൻസിന്റെ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വസ്തുനിഷ്ഠമായ ബോധ്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യതയുള്ള അളവുകോലുകൾ ആവശ്യമാണ്. ആ കൃത്യതയുള്ള അളവുകോലുകൾ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ലോകമെമ്പാടും വരക്കെ പ്രചരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. അവിടെ ആ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ആ സങ്കേതത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ കഴിയും, അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൗതികമായ, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള, തൊട്ടറിയാൻ കഴിയുന്നതായിട്ടുള്ള അവയുടെ സ്ഥലകാല ഗുണങ്ങളെ അറിയാനായിട്ട് നമുക്ക് ശാസ്ത്രം എന്ന സങ്കേതം നമുക്ക് സ്വീകാര്യമായിരിക്കണം. അതാണ് ഏറ്റവും എളുപ്പത്തിൽ കയ്യിൽ വെക്കാവുന്ന ടൂള്. യുക്തിയുക്തമായിട്ട് കാര്യങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന, ആവർത്തിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന, സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന രീതിയിൽ ശാസ്ത്രം എന്ന സങ്കേതം നമുക്ക് സ്വീകാര്യമായിരിക്കും. പക്ഷെ അത് ഒരു അളവ് വരെയാണ്. അതിനും അപ്പുറത്തേക്ക് ശാസ്ത്രം പറയുന്ന ഭൗതിക മാനം എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള മാനങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് പറയുന്ന, ഒരു അളവുകോൽ മാത്രമാണ് എന്ന് പറയുന്ന ഒരിടത്ത് ശാസ്ത്രം പൂർണ്ണമാകുന്നു. ഇപ്പോ അച്ഛനും അമ്മയും ചേർന്നാണ് കുഞ്ഞിനെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന് കാരണമാകുന്നത്. പക്ഷെ അമ്മയ്ക്കാണ് പ്രസവിക്കാൻ കഴിയുക, അച്ഛന് പ്രസവിക്കാൻ കഴിയില്ല. അപ്പൊ അച്ഛൻ പ്രസവിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അച്ഛൻ്റെതല്ലാതാകുന്നില്ല. ഇതുപോലെ നമ്മള് ശാസ്ത്രം എന്ന് പറയുന്നതിന് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അറിയിക്കാൻ കഴിയും. അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ വേറൊരു ലോകത്ത്, വേറൊരു മാനത്തിൽ, വേറൊരു തലത്തിൽ നിന്ന്, വേറൊരു സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ബോധ്യം വരുമ്പോൾ, അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള ആ വ്യത്യാസം പോലെ, അച്ഛനും അമ്മയും യാഥാർത്ഥ്യമാണ്. അച്ഛൻ എന്നുള്ളത് ആ ഉൽപാദനപരമായിട്ടുള്ള കാര്യമാണ്, വളർത്തിയെടുക്കുന്നത് അമ്മയുടെ കാര്യമാണ് എന്ന് പറയുന്നത് പോലെ ഭൗതികമായ പ്രാഥമികമായ വിശദീകരണങ്ങൾ നൽകാൻ, പ്രാഥമിക രൂപങ്ങൾ നൽകാൻ മാത്രമാണ് ശാസ്ത്രത്തിന് കഴിയുക. അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ശാസ്ത്രത്തിന്റെ പരിധികൾ കടന്നു പോകേണ്ടതുണ്ട്. അവിടെ ശാസ്ത്രം എന്ന് പറയുന്നതിനെ അന്വേഷിക്കുന്ന ആളുകൾക്കനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യത്തിനനുസരിച്ച് വ്യത്യാസം വരും. ശാസ്ത്രത്തിന്റെ പരിമിതിയെക്കുറിച്ച്, ശാസ്ത്രത്തിന്റെ മാനങ്ങളെ കുറിച്ച് അറിയുന്നതിനനുസരിച്ച് വ്യത്യാസം വരും.
അപ്പൊ അവിടെ ഇപ്പൊ ക്വാണ്ടം ഫിസിക്സ് പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്ലാസിക്കൽ ഭൗതികം പറഞ്ഞു വെച്ചിട്ടുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള ഒരു സാധ്യതയെ, സംഭാവ്യതയെ, പ്രോബബിലിറ്റി അംഗീകരിക്കുന്നു. ഈ പ്രോബബിലിറ്റി അംഗീകരിക്കാൻ ക്ലാസിക്കൽ ഭൗതികത്തിന്റെ ഒരു കാലത്തിൽ നിന്നും ഒരുപാട് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ആ ഒരു സാധ്യത എന്നുള്ളത് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ഒരുപാട് സംഭാവ്യതകളുണ്ട്, മറ്റൊരുപാട് സാധ്യതകളുണ്ട്. അതിനൊക്കെ തുടർച്ചയായിട്ട് ഇനി ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദൈവഗണങ്ങളെ പോലുള്ള നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അനുമാനങ്ങളിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ശ്രമം നടത്തിക്കോട്ടെ. അതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റു ദുരിതങ്ങളോ പാരിസ്ഥിതിക ആഘാതങ്ങളോ ഒക്കെ തൽക്കാലം മറക്കുക. മനുഷ്യന്റെ അന്വേഷണം ആ വഴി പോട്ടെ. പക്ഷെ അപ്പുറത്ത് മറ്റൊരു അളവുകോലുണ്ടെന്ന്, മറ്റൊരു രീതിയുണ്ടെന്ന്, മറ്റൊരു പ്രതലമുണ്ടെന്ന് ഒരു അംഗീകാരം നൽകായിക ശാസ്ത്രത്തിനുണ്ടോ? ഉള്ളത് ശാസ്ത്രമതത്തിനാണ്, സയന്റിസം എന്ന് പറയുന്ന സംവിധാനത്തിനാണ്, സയൻസിനല്ല. സയൻസ് അന്വേഷിച്ച് പോകുന്നു. വേറൊരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനെയും അറിയണം എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ വഴി. അതാണ് ശാസ്ത്രത്തിന്റെ ഒരു സാധ്യത. പക്ഷെ ശാസ്ത്ര മതക്കാരങ്ങനെയല്ല, ശാസ്ത്ര വിശ്വാസികൾ ഇത്തരത്തിലല്ല. സയന്റിസം എന്ന് പറയുന്നത് ഭൗതികേതര ഗുണങ്ങളെ അറിയാനും താല്പര്യമില്ല, അംഗീകരിക്കാനും സന്നദ്ധമല്ല. ഈ അറിയുക എന്നുള്ളതിനാണ് നമ്മൾ അന്വേഷിച്ചു പോകണം. അങ്ങനെ ഒരു വഴിയുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു പോകണം. അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് കേട്ടാൽ അതെന്താണെന്ന് അറിയാൻ നമ്മൾ പോകേണ്ടതുണ്ട്. പക്ഷെ അതില്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ, ഇപ്പോ ജീവശാസ്ത്രപരമായ സാധ്യതകൾ പ്രകൃതിയിലുണ്ട് എന്നതിനെ നമ്മൾ അറിയാനും അംഗീകരിക്കാനും സന്നദ്ധമല്ലാതിരുന്നാൽ അത് ശാസ്ത്രമതമായി മാറുന്നു, ഒരു മതവിശ്വാസം പോലെ സംഭവമായിട്ട് മാറുന്നു. അത്തരം ഒരു ശാസ്ത്രമതം എന്ന് പറയുന്നത് സത്യാന്വേഷിക്ക് അസ്വീകാര്യമായിരിക്കും. സത്യാന്വേഷിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പോ സത്യാന്വേഷി അത് അവിടെ അതിനെ ലിമിറ്റ് ചെയ്യും. എന്നുവെച്ചാൽ സത്യാന്വേഷിക്ക് ശാസ്ത്രം പറയുന്ന ആ ഒരു പരിമിത സംവിധാനത്തിൽ നിന്നോട്ട് അന്വേഷിക്കാൻ കഴിയില്ല, അതിനും അപ്പുറത്തേക്ക് പോയേ മതിയാവൂ. അപ്പോ നമ്മളിവിടെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രം എന്നുള്ളതിനെ ഒരു അളവുകോലായിട്ട് മനസ്സിലാക്കുക, അതൊരു സുഗമ സാധ്യതയായിട്ട് മനസ്സിലാക്കുക, സംഭാവ്യതകളെ ബോധ്യപ്പെടാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുക. അതങ്ങനെയെല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഭൗതികേതര ഗുണങ്ങളെ അറിയാനോ അംഗീകരിക്കാനോ സന്നദ്ധമല്ലാത്ത ശാസ്ത്രമതം എന്ന് പറയുന്നത്, ശാസ്ത്രമാത്രവാദം ഉണ്ടല്ലോ, ശാസ്ത്രം മാത്രമാണ് ശരി, ശാസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ വാദം, അത് ഉപയുക്തമല്ല. യഥാർത്ഥ ശാസ്ത്ര അന്വേഷിക്ക്, സത്യാന്വേഷിക്ക് അവർക്കത് അസ്വീകാര്യമായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഒളിമ്പസിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മുഖ്യന്മാരായ പലരും, ഇപ്പൊ ഞാനും വർഗീസേട്ടനെ പോലുള്ള ആളുകള് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണ് ഈ ആത്മീയതയെ നമ്മൾ മനസ്സിലാക്കി വന്നത്. ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ വന്നിട്ട് നമ്മൾ അതിനകത്ത് ചെന്നെത്തുമ്പോ നമുക്ക് അവിടെ അതിന് പരിമിതി ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ആ പരിമിതി എന്തെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ മറ്റ് കാര്യങ്ങളെ ബോധ്യപ്പെടുന്നത്. കൂടുതൽ ഡയമെൻഷൻസിനെ മനസ്സിലാക്കാനാണ് ആത്മീയതയുടെ വഴിയിലൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ടല്ല പോകുന്നത്. ശാസ്ത്രത്തിന്റെ പരിമിതി കഴിഞ്ഞു, ആ ഒരു കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഒരു അളവുകോൽ കഴിഞ്ഞു. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേറൊരു സങ്കേതം ആവശ്യമുണ്ട് എന്ന ബോധ്യം വന്നതുകൊണ്ടാണ്. അതേസമയം ഞങ്ങൾ ശാസ്ത്രവാദികളായിട്ട്, ശാസ്ത്ര മതവിശ്വാസികളായിട്ട് അവിടെ ഇരുന്നാൽ നമ്മൾ ഈ ഒരു സാധ്യത കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അപ്പോ മറ്റ് സാധ്യതകളെയും കൂടെ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോഴാണ്, അത്തരം ഒരു തുറവി നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ശാസ്ത്രാന്വേഷി സത്യാന്വേഷിയായി മാറുന്നത്. അപ്പോ അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിലേക്ക് ശാസ്ത്രം തന്നെ, തുറന്ന ശാസ്ത്രം തന്നെ, നിജശാസ്ത്രം അല്ലെങ്കിൽ റിയൽ സയൻസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നുണ്ട്. ആ തുറന്നു തരുന്നതിനെ നമ്മൾ സ്വീകരിക്കുക. ആ വഴിയാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്, സത്യാന്വേഷണത്തിന്റെ വഴി. അപ്പോ ശാസ്ത്രമതം എന്നുള്ളത് സത്യാന്വേഷിക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. അതേസമയം ശാസ്ത്രം എന്ന സംഗീതം സത്യാന്വേഷിക്ക് സ്വീകാര്യമായിരിക്കും. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുതകളെ, അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ബോധ്യപ്പെടുക. അതിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.